അപ്പോൾ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കോർടെക്സ് എൻ്റർടൈൻമെൻറ്റ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മറ്റൊരു അടിപൊളിയല്ല മാസ്മരികമായിട്ടുള്ളൊരു ഗെയിമാണ് ഫ്യൂച്ചർ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ മാർവലിൻ്റെ ക്യാരക്ടേഴ്സിനെ ആസ്പദമാക്കി ഉണ്ടാക്കിയ ഒരു അടിപൊളി ഗെയിമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എല്ലാ ക്യാരക്ടേഴ്സും ഉണ്ട്, പല പല സ്റ്റോറി മോഡ് പോകുന്നുണ്ട്, എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ കില്ലർ. ഈവൻ ഞാൻ മാർവലിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഗെയിം ഇത്രയും നല്ല അടിപൊളിയായിട്ട് സ്റ്റോറി ലൈനിൽ പോകുന്ന ഒരു ഗെയിം ഞാൻ കളിച്ചിട്ടില്ല. വേറൊരു ഗെയിം കളിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഡയറക്റ്റ് ഫൈറ്റിംഗ് ഒക്കെ ആയിട്ടാണെങ്കിൽ, പക്ഷേ അതെനിക്ക് തോന്നിയിട്ടില്ല അടിപൊളി. പക്ഷേ ഇത് നല്ല അടിപൊളിയാണ്. ഗ്രാഫിക്സ് ആണെങ്കിലും ഒരേ പൊളി എന്ന് പറഞ്ഞാൽ പൊളി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അജാതി ഗെയിമാണ്. അപ്പോൾ നമുക്ക് ഗെയിമിലേക്ക് പോകാം. മുതലാളി ചക്ക അതാ എൻ്റർ. ഞാനിവിടെ ചൂസ് ചെയ്തിരിക്കുന്ന സ്റ്റോറി മോഡ് ഇതാണ്. നമ്മൾ ഡയമെൻഷണൽ ക്ലാഷ് എന്ന് പറയുന്ന ഒരു ഗെയിം ഉണ്ട്. കണ്ടോ, ഇഷ്ടംപോലെ സ്റ്റോറി പോകാനുണ്ട് ഇനിയും. അപ്പോൾ ഞാൻ ചൂസ് ചെയ്തത് നോർമലാണ്. എൻ്റെ കയ്യിലുള്ളത് ഞാൻ എല്ലാവരെയും അപ്ഗ്രേഡ് ചെയ്ത് ലെവൽ 50 ഒക്കെ എത്തിച്ചിട്ടുണ്ട്. എൻ്റെ ഉള്ള അയൺമാൻ ഉണ്ട്, അമേരിക്ക ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ റോമൻ ഓഫ് ലെഡി. അപ്പോൾ നമുക്ക് ഗെയിമിലേക്ക് പോകാം. പക്ഷേ ഈ പെണ്ണുങ്ങളൊന്നും എനിക്ക് അറിയില്ല കേട്ടോ ഗൈസ്. മാർവൽ ഫാൻ ആണെങ്കിലും ഒരുപാട് പേരൊന്നും എനിക്ക് ഇതിൽ പറയുന്ന ക്യാരക്ടേഴ്സ് ഒന്നും എനിക്കറിയില്ല. സ്റ്റോറി ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. വേറൊരു പാരലൽ യൂണിവേഴ്സ്, വേറൊരു ഡയമെൻഷനിൽ നിന്ന് എന്ത് ചെയ്യും, ആൾക്കാരും ഇതേ സെയിം ക്യാരക്ടേഴ്സ് തന്നെ ഭൂമിയിലേക്ക് വരും. അപ്പോൾ അവരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതൊക്കെയാണ് ഇതിലെ സ്റ്റോറി ലൈൻ പോകുന്നത്. ഇവിടെ കൺട്രോൾസ് ഉണ്ട്, സ്പെഷ്യൽ മൂവ് ഉണ്ട്. നമ്മൾ അപ്ഗ്രേഡേഷന് അനുസരിച്ച് നമുക്കിവിടെ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ പോകുള്ളൂ. ക്യാപ്റ്റൻ അമേരിക്കൻ്റെ ചട്ടി പിടിച്ചോ, ചട്ടി കണ്ടോ, ചട്ടി എടുത്തിട്ട് ഇങ്ങനെ എറിയും. ഇത് നമ്മൾ ഓരോ സ്പെഷ്യൽ മൂവ്സ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ഇടയ്ക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ അയൺമാനും വന്ന് 2-3 വെടിയൊക്കെ പൊട്ടിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ നല്ല ഗെയിമാണ്. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കില്ലറല്ല, മാസ്മരികം വേണമെങ്കിൽ അങ്ങനെ പറയാം. അച്ചാതി ഗെയിമാണ്. പക്ഷെ ഇവിടെ കൂൾ ഡൗൺ ടൈമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ ആൾക്കാരെ വെച്ച് സ്വൈപ്പ് ചെയ്യാനും ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. കമോൺ പൊട്ടിക്കവന്മാരെ. കണ്ടോ ഗൈസ്, കില്ലർ ഗെയിമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ വാട്ട് എ ബ്യൂട്ടി. ഇത്രയ്ക്കുള്ള സാധനങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ അപ്ഗ്രേഡ് മാക്സിമം അപ്ഗ്രേഡ് ചെയ്യുക എന്ന് നോക്കുക. നമ്മൾ അപ്ഗ്രേഡേഷൻ്റെ സാധനം ഞാൻ കാണിച്ചു തരാവുന്നതാണ്. പിന്നെ ഇങ്ങനെ കഥ ഇങ്ങനെ പോകും. എന്നോട് ഫൈൻഡ് ഹൈഡ്ര. ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിമിൽ ഞാനിത് കാണുമ്പം ക്യാപ്റ്റൻ അഭിനയിക്ക് വന്നിട്ട് ഹെയിൽ ഹൈഡ്ര എന്നൊക്കെ. എന്താ അല്ലേ, വണ്ടി പോട്ടെ. നല്ല ഗെയിമാണ്, നല്ല ഗ്രാഫിക്സാണ്. കളിച്ചിരുന്ന നല്ലൊരു ടൈം കില്ലർ തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ഇതിൻ്റെ സ്പെഷ്യൽ സാധനമാണ് ഇപ്പം. ഇത്രയും കാലം സ്പെഷ്യൽ സാധനം ഈ രണ്ടാമത്തെ സാധനമായിരുന്നു, പക്ഷെ അതിന് വലിയ പവറില്ല. പിന്നെ നമുക്കിവിടെ ഓട്ടോ പ്ലേ, ഇവിടെ ഒരു ഓപ്ഷൻ കാണുന്നത്. ഓട്ടോ പ്ലേ നോക്കി കഴിഞ്ഞാൽ ക്യാപ്റ്റൻ ഒറ്റയ്ക്ക് തന്നെ പോയി അടിച്ചോളും. പക്ഷേ അതിൽ കുറച്ച് ചിലപ്പോൾ അടി കൂടുതലും കിട്ടും. ഇങ്ങനെ ഓട്ടോ പ്ലേ വെക്കാനാണെങ്കിൽ നമ്മൾ എന്തിനാണ് ഗൈസ് കളിക്കുന്നത്? നമ്മളെല്ലാവരും അടിച്ച് പരിപ്പാക്കണ്ടേ? ഇത്രയേ ഉള്ളൂ, സോ സിമ്പിൾ. അപ്ഗ്രേഡ് ചെയ്തില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് ഗൈസ്. ഇവിടെ കൂൾ ഡൗൺ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു തല്ലിന് എൻ്റെ അമ്മോ അവിടെ ഒരുപാട് പേരുണ്ടായിരുന്ന അവിടെ ഷീൽഡൊക്കെ വെച്ചിട്ട്. ഓമനോഫ് അവിടെ ഒരു കളികളാണ്. അയൺമാനൊക്കെ അടിച്ചിടുന്നുണ്ട് എല്ലാവരും. നമ്മൾ ഒരുപാട് ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ജോലി തിരക്കും എല്ലാം കൂടെ ഒക്കെ ആയതുകൊണ്ടാണ് ഗൈസ് നമുക്ക് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ എന്തായാലും അടുത്ത ആഴ്ച മുതൽ എന്തായാലും കൺസിസ്റ്റൻ്റ് ആയിട്ട് എന്തായാലും നമ്മൾ വീഡിയോ ഇറക്കിയിരിക്കും. ഡെഫിനറ്റ്ലി. റെഡ് സ്കള് വന്നു ഗൈസ്, റെഡ് സ്കള്. നല്ലൊരു സ്റ്റോറി ലൈൻ ഉണ്ട്. ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും കളിച്ച് എന്തായാലും നിങ്ങൾക്കൊരു അൾട്രോൺ വെച്ചിട്ട് ഞാനൊരു ബോസ് ഫൈറ്റും കൂടെ കാണിച്ചു തരാം. അപ്പോൾ നല്ല മാസ്മരിക കളിയാണ് ഗൈസ്. അവൻ്റെ ലൈഫ് തീരാനായി. എന്തൊക്കെയൊക്കെ തിരുതുരാ വരുന്നു. നമുക്കത് കിട്ടി ഗൈസ്.
ഇനി 500 കൂടിയേ ഉള്ളൂ പവർ ഗൈസ്. ഓമ്പടമായി ഗൈസ്. ഓ അത് സ്റ്റോറി ലൈൻ പോകും നോക്ക് ഗൈസ്. ഓ ഗൈസ് കഥകൾ. അൾട്രോൺ പ്രൈം. ഈ റെഡ് ഉള്ളത് വില്ലന്മാരും നീല നമ്മളുമാണ്. ക്യാൻസൽ. അടിപൊളി സ്റ്റോറി ലൈന്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ക്യാരക്ടർ വൈസ് ഇങ്ങനെ സംസാരിക്കും കൂടെ വേണമായിരുന്നു. 2-3 ആൾക്കാരുണ്ടല്ലോ. അപ്പൊ പിന്നെ ഇത് നമ്മളുടെ സാധനം സ്റ്റോൺ ടെസറാക്ട്. ഓക്കെ, ഇങ്ങനെയാണ് സ്റ്റോറി പോകുന്നത്. നമുക്ക് വേണേൽ സ്കിപ്പ് ചെയ്യാൻ ഇതാക്കാം. യെസ്, നമ്മൾ ജയിച്ചു. അപ്പോൾ എല്ലാവരും കളിക്കുക. അടിപൊളി ഗെയിമാണ്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഞാൻ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ടേക്ക് കെയർ, ബൈ, ലൈക്ക്, subscribe and share.